നമ്മെ സംബന്ധിച്ച് ജന്മശതാബ്ദി വെറുമൊരു വർഷമല്ല, മറിച്ച് കാലഘട്ടത്തിന് 24 സംവത്സരങ്ങളായി വിഭജിച്ചുകൊണ്ടാണ് വരുന്നത്. തന്റെ 15ാമത്തെ വയസ്സിൽ ഗുരുദേവന് 24 ഗായത്രി മഹാപുരസ്സരണങ്ങൾ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം ലഭിക്കുന്നു. 1926 ഗായത്രി സാധന അദ്ദേഹം ആരംഭിക്കുന്നു. 24 എന്ന സംഖ്യയ്ക്ക് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. ഗായത്രി മന്ത്രത്തിൽ 24 അക്ഷരങ്ങളാണുള്ളത്. ദേവിയും ദേവന്മാരും ഋഷികളും ഛന്ദസ്സും വർണ്ണങ്ങളും ശക്തിധാരകളുമെല്ലാം 24 ആണ്. 24 വർഷത്തെ ആ തപസ് സാധനയെ നമ്മൾ നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ ആ 24 വർഷത്തെ തപസ് സാധനയുടെ പരിണാമം എന്ന് പറയുന്നത് അതുവരെ സംഭവിക്കാത്ത ഒരു വലിയ കാര്യം, ലോകത്തിന്റെ ഗതിവിഗതികളിൽ വലിയ മാറ്റം ആദ്യമായി ദൃശ്യമായി. എന്താണ് മാറിയത്? ലോകരാജ്യങ്ങൾ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന ആളുകൾ വിളിച്ചിരുന്ന ആ വലിയ ശക്തിയില്ലേ, അത് ഗുരുദേവന്റെ തപസ് സാധനയാൽ ഒരു ചെറിയ ദ്വീപ് രാജ്യമായി ഒതുങ്ങിക്കൂടി. ആധ്യാത്മിക ഉന്നതങ്ങളിൽ വിഹരിക്കുന്നവർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമുണ്ട്: ഈ ഭൂഗോളത്തിലെ എല്ലാ പരിതസ്ഥിതികളിലും ഉണ്ടാകുന്ന നിർണായകമായ മാറ്റമെല്ലാം ഗുരുദേവന്റെ തപസ് സാധന ഒന്നുകൊണ്ട് മാത്രമാണ്. തന്റെ ഏറ്റവും മൂല്യവത്തായ പൈതൃകത്തെയാണ് ഒരച്ഛൻ തന്റെ മക്കൾക്കായി നീക്കിവെക്കുന്നത്. ഗുരുദേവൻ നമുക്കായി നീക്കിവെച്ചിരിക്കുന്നത് സാധനയാണ്. ഈ യുഗത്തിലെ ഏറ്റവും പ്രചണ്ഡമായ തപസ്വി എന്നത് പരംപൂജ്യ ഗുരുദേവനാണ്. ഗുരുദേവന് ശ്രദ്ധാഞ്ജലിയായി, ഉപഹാരമായി നമുക്കെന്തെങ്കിലും നൽകാൻ കഴിയുമെങ്കിൽ അത് സാധനയാണ്. സാധനയല്ലാതെ മറ്റൊന്നുമല്ല.